ഫ്രാൻസ് പോലൊരു ഡെവലപ്ഡ് കൺട്രിയിൽ സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നവർക്ക് അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല. അപ്പം നമുക്ക് വരുന്ന എൻക്വയറീസിൽ സ്റ്റുഡൻസും പാരൻസും ഒരുപോലെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഇപ്പം ഫ്രാൻസ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെ അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള എൻട്രി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നമുക്ക് ഫ്രാൻസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് UG മാർക്കാണ് മെയിനായിട്ട് നമുക്ക് നോക്കുന്നത്. അപ്പോൾ UGക്ക് ഒരു 75 ആൻഡ് എബവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് എലിജിബിൾ ആണ്. ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഡിപ്പെൻസ് ആണ് നമുക്ക് എത്ര കോഴ്സ് ഡ്യൂറേഷൻ കിട്ടും എന്ന് പറയാൻ പറ്റുന്നത്. മാസ്റ്റേഴ്സ് പ്രോഗ്രാം വരുന്നത് 1 ഇയർ 2 ഇയർ വരുന്നുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഒരു 25,000 ഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫ്രാൻസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് വരുന്നത്. അതാണ് ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പം അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻസ് ആണ് നമുക്ക് ഫീ സ്ട്രക്ചർ പറയുന്നത്. ഇപ്പോൾ 25,000 എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. 25,000 തൊട്ടിട്ട് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എന്നാലും മിനിമം നമുക്കൊരു 25,000 കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം മറ്റു കൺട്രീസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിൽ നമുക്ക് IELTS വേവർ കിട്ടുന്നുണ്ട്. അപ്പം IELTS വേവർ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ് ഫ്രാൻസിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ? മെയിൻ അട്രാക്ഷൻ തന്നെ ഈ പറയുന്ന ഒരു IELTS വേണ്ട എന്നുള്ളത്. കാരണം സ്റ്റുഡൻസ് കൂടുതലും IELTS ഇല്ലാത്തത് കൊണ്ടിട്ട് ഫ്രാൻസ് പബ്ലിക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. IELTS വേവിയർ കിട്ടുന്നത് നമ്മുടെ 12th ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഡിപ്പെൻസ് ആണ്. 12th ഇംഗ്ലീഷിന് ഒരു 70 എബവ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിന് IELTS വേവിയർ എടുക്കാം. നമ്മൾ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് കൂടി സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് പ്ലസ് MOI ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിന് IELTSൻ്റെ ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെ കോഴ്സസ് ആണ് മെയിനായിട്ട് വരുന്നത്? കൂടുതലും ഇപ്പോൾ ഫ്രാൻസ് ബിസിനസ് ഹബ്ബായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ബിസിനസ് മാനേജ്മെൻറ്റ്, എൻജിനീയറിംഗ്, IT, അതുപോലെ തന്നെ സയൻസിൽ തന്നെ ചില പെർട്ടിക്കുലർ ഫീൽഡ്സിലേക്കും പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് പ്രോഗ്രാം ചൂസ് ചെയ്യാനാണ് പറ്റുന്നത്. അതെ അതെ. ഓക്കെ, ഇപ്പം നമുക്ക് പ്രോസസ്സും അതുപോലെ തന്നെ വിസ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? നമുക്ക് പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി സ്മൂത്ത് ആണ്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വേറെ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഫിനാൻഷ്യൽ പാർട്ടിൽ കുറേയധികം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടോ അങ്ങനെയൊന്നും വരുന്നില്ല. നമുക്ക് ഷോ മണി ആയിട്ട് കാണിക്കാം. അതിപ്പോൾ ഓൺ ഫണ്ടായിട്ട് കാണിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക്, അതായത് ലോൺ, പ്രോപ്പർ എഡ്യൂക്കേഷണൽ ലോൺ ആയിട്ടാണെങ്കിലും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് കറൻ്റ്ലി ഇപ്പം സെപ്റ്റംബർ ഇൻടേക്കിൻ്റെ ആപ്ലിക്കേഷൻസ് ഓൺഗോയിങ് ആണല്ലോ. അപ്പം അതിൻ്റെ ഒരു ഡെഡ് ലൈൻ അല്ലെങ്കിൽ ഏതൊരു ടൈമിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ 26 സെപ്റ്റംബറിലേക്കാണ് ആപ്ലിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പോർട്ടൽസ് ഓപ്പൺ ആണ്. പക്ഷെ നമുക്കിപ്പോൾ ഇൻടേക്ക് 26 ആണെന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് വൈകിക്കാൻ പറ്റില്ല. കാരണം പോർട്ടൽ ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്കിപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആണ്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു അത്രയും അവർക്ക് പോസിബിലിറ്റി ഉണ്ടാകും. ഇപ്പം നമ്മളിപ്പം ഈ ഒരു സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഇപ്പോഴേ നമ്മൾ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എത്ര ടൈം എടുക്കും? അതിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാമോ? നമുക്കിപ്പോൾ ഒരു ഓഗസ്റ്റ് തൊട്ടിട്ട് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോർട്ടൽസ് ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയാൻ പറ്റില്ല. ഒരു ഡിസംബർ ജാനുവരിനുള്ളിൽ ആപ്ലിക്കേഷൻസ് ക്ലോസ് ആവും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്യുക. വൺസ് ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് ആദ്യം അനലൈസ് ചെയ്യും. എന്നിട്ട് ആ പ്രൊഫൈലിന് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സസ്, കോളേജസ് അതെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, അതായത് SOP പ്രിപ്പറേഷൻ, ബാക്കിയുള്ള പെൻഡിങ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്ത് നമ്മൾ ഓഫറിലേക്കാണ് പോകുന്നത്. ഇൻ്റർവ്യൂ, ഓഫർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിസ പ്രൊസീജിയേഴ്സിലേക്കുള്ളത്. ഫീസ് എത്രയാണോ വരുന്നത് അത് പേയ്മെൻറ്റ്, റിമൈനിങ് ഫിനാൻഷ്യൽ പ്രൊസീജിയേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് വിസ ഗ്യാരണ്ടി ആണ്. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 26 ആണ് ഇൻടേക്ക് എങ്കിലും ഒരു ജൂൺ ജൂലൈയോടുകൂടി നമുക്ക് വിസ സബ്മിഷനും വിസ റിസീവിങ്ങും പോസിബിൾ ആയിരിക്കും. അപ്പം നമ്മളിപ്പം ഫ്രാൻസ് പബ്ലിക് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതെ, കാരണം ഫ്രാൻസിൽ ഇങ്ങനെ ഒരു പബ്ലിക് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. കാരണം ഇയർലി ഒരു ഇൻടേക്ക് ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻടേക്ക് മിസ്സായാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇയർ, അതായത് 27 സെപ്റ്റംബർ ആയിരിക്കും പോസിബിൾ ആവുന്നത്. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. വിത്തൗട്ട് IELTS എന്നുള്ളതും ഫിനാൻഷ്യൽ പാർട്ട് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും നമുക്ക് നല്ലൊരു കൺട്രി. കാരണം ഷെങ്കൻ കൺട്രീസിലേക്ക് ഇങ്ങനെ ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ സ്റ്റുഡൻസിന് അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ സ്റ്റുഡൻസ് അതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണ്.
ഓക്കെ, അപ്പം നമുക്കൊരു ഒരു ഫ്രാൻസ് പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഇപ്പം അറിയാത്തവർക്കാണെങ്കിലും ഒരു കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓപ്ഷനാണ് സ്റ്റുഡൻസിന് ലോ ഫീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു.